കോവിഡ് കാലത്ത് ലോകമാകെ പെടഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്? 20,000 കോടി രൂപയുടെ പാക്കേജ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തെവിടെയും കോവിഡിന് സൗജന്യ ചികിത്സ ഒരു ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിൽ 2020 മുഴുവൻ സൗജന്യ ചികിത്സയായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്ഥലം തികയില്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്ഥലം കാണണം. കോവിഡ് വന്ന ഉടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ മാനേജർമാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ സ്ഥലം കണ്ടെത്തണം, ആളുകളെ അഡ്മിറ്റ് ചെയ്യാൻ. അവരത് കേട്ടു. അതുകൊണ്ടാണ് കോവിഡ് രോഗികൾ ആശുപത്രിയിൽ അഡ്മിറ്റാകാതെ തെരുവിൽ കിടക്കുന്ന അവസ്ഥ കേരളത്തിൽ ഇല്ലാതിരുന്നത്. ഡൽഹിയിൽ ഓക്സിജൻ സിലിണ്ടർ വില കൊടുത്ത് മേടിച്ച് സ്കൂട്ടറിലോ ഓട്ടോറിക്ഷയിലോ വെച്ച് അതൊന്ന് ഘടിപ്പിച്ചു തരാൻ വേണ്ടി ആശുപത്രികൾ തേടി പായുന്ന ഹതാശരായ മനുഷ്യരുടെ ചിത്രം വന്നു. ഒരാശുപത്രിയിൽ അത് ഘടിപ്പിച്ചു കൊടുക്കണമെങ്കിൽ 50,000 മുതൽ 1,00,000 രൂപ വരെ കൊടുക്കണം. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. ഇവിടുത്തെ ഗവൺമെൻറ് അതീവ ശ്രദ്ധയോടെ ഇടപെട്ടു. ആ സമയത്തൊരു തവണ മഹാരാഷ്ട്രയിലെ രാജേഷ് തോപ്പെ അവിടുത്തെ ആരോഗ്യമന്ത്രി എന്നോട് ചോദിച്ചു, ഈ പ്രൈവറ്റിനെ നിങ്ങളെങ്ങനെയാണ് സഹകരിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ യോഗം വിളിച്ചിരുന്നു. അവരോട് കർശനമായിട്ടും പറഞ്ഞു, നിങ്ങളുടെ ആസ്പത്രിയിൽ ഇത്ര ബെഡ് തരണം എന്ന്. അതവരനുസരിച്ചു. നിങ്ങളും അങ്ങനെ ഒരു യോഗം വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ പ്ലാനിംഗ് ആണ് കേരളത്തിൻ്റെ വിജയം. ഞാൻ ചുരുക്കുകയാണ്. ഇത്ര നന്നായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രഖ്യാപനം എന്താ ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്? ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സുസ്ഥിരമായൊരു ജോലി നേടിയെടുത്ത ഈ ജീവിതാവകാശങ്ങൾ പിന്നോട്ട് പോകാതെ സസ്റ്റൈനബിളായി നിലനിർത്താൻ വേണ്ടി വിജ്ഞാന കേരളം പദ്ധതി, അതിൻ്റെ വർക്ക് തുടങ്ങി നമ്മൾ. UDF-ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരു വീട്ടിൽ ഒരംഗത്തിന് സുസ്ഥിരമായൊരു ജോലി ഉണ്ടാക്കി ജേണിയെടുത്ത ഈ ജീവിത സുരക്ഷിതത്വം നിലനിർത്താൻ വേണ്ടി ആസൂത്രണം ചെയ്യാൻ UDF-ന് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അവരെല്ലാം ഭരിച്ചിട്ടുള്ള ഉത്തരേന്ത്യയിലൊക്കെ സാധിക്കണ്ടേ? കേരളത്തിൻ്റെ പ്ലാനിംഗ് ആണ്, കേരളത്തിൻ്റെ ആസൂത്രണമാണ് കേരളത്തെ വ്യത്യസ്തമാക്കിയത്. അത് നിലനിൽക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പണം അനുവദിക്കണം. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ പണവും കേന്ദ്രം അനുവദിക്കണം. ജനങ്ങളുടെ നികുതി കാശ് പിരിച്ചെടുത്ത് അവിടെ വെച്ചിട്ട് അത് പിരിച്ചെടുക്കുന്നതിന് വിരോധമില്ല. ഈ സംസ്ഥാനങ്ങളൊന്നും വേറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം. അതുകൊണ്ട് തന്നെ നികുതി അവിടെ പിരിച്ച് അവിടെ നിന്ന് നികുതി വിഹിതം തരുന്ന ഈ ഡെമോക്രാറ്റിക് രീതിയോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ ഫിസ്ക്കൽ ഡെമോക്രസി എന്നൊന്നുണ്ട്, യഥാർത്ഥ ജനാധിപത്യം എന്നൊന്നുണ്ട്. അതില്ലെങ്കിൽ ആ പിരിച്ചെടുത്ത പൈസ അവിടെ കിടക്കും, ഇവിടെ നമ്മൾ പട്ടിണി കിടക്കും. 50% നികുതി വിഹിതം തിരിച്ചു തരണമെന്നേ ബഹുമാന്യനായിട്ടുള്ള KN ബാലഗോപാൽ ചോദിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 70% സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ വിരോധമില്ല. രാജ്യരക്ഷയും കാര്യമൊക്കെ ചെയ്യാൻ അവിടെ കാശ് 30% മാത്രമല്ല, വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് പിരിക്കേണ്ടുന്ന നികുതി പിരിച്ചെടുത്താൽ സുന്ദരമായിട്ട് കേന്ദ്രത്തിന് രാജ്യരക്ഷയും കാര്യങ്ങളും ഒക്കെ നോക്കാം. എന്നാൽ സംസ്ഥാനങ്ങളാണ് ബാക്കി എല്ലാ ചെലവുകളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. 30% പറഞ്ഞിട്ട് 25% തരുന്ന ഈ ഒരവസ്ഥയിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ നികുതി വിഹിതം തരണമെന്ന് പറഞ്ഞ് ഈ സമരം നടത്തുന്നത്. ഞങ്ങളുടെ പദ്ധതി വിഹിതം തരണം, ഞങ്ങൾക്ക് എയിംസ് വേണം, ഞങ്ങളുടെ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി വേണം കണ്ണൂർ. ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഈ സമരത്തിൻ്റെ ശബ്ദം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബധിരകർണങ്ങളിൽ പതിയുമോ എന്നറിയില്ല. അവിടെ എത്തണം, നമുക്കത് അനുവദിക്കണം. നമുക്ക് അർഹതപ്പെട്ടത് അനുവദിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളായിട്ട് അതിജീവിക്കാൻ ശ്രമിക്കുന്നു. ഒന്നും മുടങ്ങാതെ തനതായ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടത് തരണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. ഇത് കേൾക്കും എന്ന് നമുക്ക് ആശിക്കാം. അതില്ലെങ്കിൽ വീണ്ടും സമരമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു.